എറണാകുളത്ത് SP ഓഫീസിൽ വിളിച്ച് പോലീസുകാരനെ അസഭ്യം പറഞ്ഞതിൽ പരാതിക്കാരനായ പോലീസുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ നീക്കം. കളമശ്ശേരി AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടിക്ക് നീക്കം നടത്തുന്നത്. ഫോൺ സംഭാഷണം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചതിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത്. സംഭാഷണം പ്രചരിച്ചതിന് പിന്നിൽ അന്വേഷണം നടത്താൻ SP ഉത്തരവിട്ടിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇവിടെ വാദി പ്രതിയാവുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജിൽസി കരുതേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ വാട്സപ്പ് സന്ദേശം പുറത്തു വരുന്നത്. ഈ തനിക്ക് നേരിട്ട അപമാനം വ്യക്തമാക്കിക്കൊണ്ട് പോലീസുകാരൻ തന്നെ ട്രാഫിക് പോലീസുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട സന്ദേശമാണ്, ഓഡിയോ സന്ദേശമാണ്. അതാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ SP ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ഈ പരാതിക്കാരനായ പോലീസുകാരനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുള്ളൊരു നീക്കം ഉണ്ടാകുന്നു എന്നാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ സന്ദേശം പ്രചരിപ്പിച്ചു എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ പരാതിക്കാരനായ പോലീസുകാരനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുള്ള നീക്കം വരുന്നത്. കഴിഞ്ഞ ദിവസം അതായത് കളമശ്ശേരി AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് ഈ പരാതിക്കാരൻ. ഇയാളടക്കം 3 പേരെ ഓണത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ നഗരത്തിൽ ട്രാഫിക് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നു. അതിൽ ഈ വളരെ ഈ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട്, വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. പ്രത്യേകിച്ച് ഈ രാത്രി വളരെ തിരക്കുള്ള നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന റോഡാണ് പെരുമ്പാവൂർ നഗരം. അപ്പോൾ അവിടെ ഈ രാത്രിയിൽ ഏതെങ്കിലും വാഹനം അതിവേഗത്തിൽ വന്നാൽ ഈ റിഫ്ലക്ടർ ഇല്ലാതെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. 2 പേർക്ക് റിഫ്ലക്ടർ നൽകി, ഒരാൾക്ക് ലഭിച്ചില്ല. അത് ആ ട്രാഫിക് സ്റ്റേഷനിലെ പരിമിതി മൂലമാണ്. അതുകൊണ്ട് SP ഓഫീസിൽ നിന്നും എന്തെങ്കിലും നടപടി ഉണ്ടാകണം, തനിക്കൊരു റിഫ്ലക്ടർ തരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ ഈ ഫോൺ എടുത്ത ഉദ്യോഗസ്ഥന് സമീപം വരുന്നൊരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഇയാളോട് അസഭ്യം പറഞ്ഞു എന്നാണ് പരാതി. ആ ഓഡിയോ സന്ദേശത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഏത് തെണ്ടിയാണ് ഈ വിളിക്കുന്നതെന്നൊക്കെ സമീപത്തിരുന്ന ഒരു പോലീസുകാരൻ, SP ഓഫീസിൽ ഇരുന്ന ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി പോലീസുകാരനെ കേട്ട് അയാളതിന് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ഒരു അടിസ്ഥാന സൗകര്യം ആവശ്യപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും ഈ റോഡിലൊക്കെ ജോലി ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ജോലിയാണ് നമുക്കറിയാം. അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഏറ്റവും അടിസ്ഥാനമായ ഒരു ആവശ്യം ഉന്നയിച്ച് വിളിച്ചൊരു പോലീസുകാരനാണ് ഇത്തരത്തിൽ വളരെയധികം അപമാനകരമായ ഒരു പദപ്രയോഗമൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പോൾ അത് വ്യക്തമാക്കിക്കൊണ്ടാണ് തനിക്കുണ്ടായ വിഷമം അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞത്. ഏതായാലും അത് പിന്നീട് ചോർന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ പോലീസുകാരനെതിരെ ഒരു നടപടി എടുക്കാനുള്ള നീക്കം SP ഓഫീസിൽ നിന്നും വരുന്നത്. എന്തായാലും വളരെ കഷ്ടമാണ് കാര്യങ്ങൾ. ഒരു പോലീസുകാരൻ അയാൾ അത്രയും അസഭ്യമൊക്കെ കേട്ടിട്ട് വീണ്ടും പരാതി പറഞ്ഞു പോയതിന് അതിലാണ് ഇപ്പോൾ കേസെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നിതിൻ സേവ്യർ റിപ്പോർട്ടായി നൽകിയിട്ടുള്ളത്.